നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും എത്രയൊക്കെ വലിയ പരിശീലകർ വന്നാലും സഞ്ജു സാംസൺ എന്ന മലയാളി സിംഹത്തോടുള്ള കടുത്ത അവഗണനയ്ക്കും അനീതിക്കും മാത്രം ഒരു മാറ്റവുമില്ല എന്ന് തെളിയിക്കുന്ന കരളലിയിക്കുന്ന ഒരു സെലക്ഷൻ ദ്രോഹമാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഒരു 2020 ലോകകപ്പ് തന്റെ തോളിലേറ്റി തകർപ്പൻ ഇന്നിംഗ്സുകൾ ഭാരതത്തിന് ഒറ്റയ്ക്ക് നേടിത്തന്നിട്ടും കേവലം 2 മത്സരങ്ങളിലെ ഫോമില്ലായ്മയുടെ പേരു പറഞ്ഞ് സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ടീമിൽ സഞ്ജുവിനേക്കാൾ എത്രയോ മോശം അവസ്ഥയിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒട്ടനവധി വടക്കൻ ലോബി താരങ്ങളുണ്ട്. എന്നാൽ സെലക്ടർമാർക്കും മാനേജ്മെന്റിനും ഏറ്റവും എളുപ്പത്തിൽ കഴുത്തറത്ത് മാറ്റാൻ കഴിയുന്നത് സഞ്ജു സാംസൺ എന്ന പാവം മലയാളിയെ മാത്രമാണ്. 2020 ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ആയാലും വൺ ഡൗൺ ആയാലും ഫിനിഷർ ആയാലും ഏത് പൊസിഷനിലും ടീമിന്റെ ആവശ്യാനുസരണം കളിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറെ പുറത്തിരുത്തിയിട്ടാണ് ടീമിനൊരു ഗുണവുമില്ലാത്ത അക്സർ പട്ടേലിനെ പോലുള്ള കളിക്കാർക്ക് ഇവിടെ സ്ഥിരമായി ലൈസൻസ് നൽകിയിരിക്കുന്നത്. ഒരു വേൾഡ് കപ്പ് ഒറ്റയ്ക്ക് നേടിക്കൊടുത്തിട്ടും കേവലം 2 കളിയുടെ മോശം അവസ്ഥയിൽ സഞ്ജുവിനെ ടീമിൽ നിന്നും പുറത്താക്കി. ടീമിൽ ഇതിലും മോശം അവസ്ഥയിൽ കളിക്കുന്ന അനവധി കളിക്കാരുണ്ടെന്നാൽ അവർക്ക് എളുപ്പം മാറ്റാൻ കഴിയുക സഞ്ജുവിനെ മാത്രമാണ്. 2020-ൽ ഏത് പൊസിഷനും കളിക്കുന്ന സഞ്ജുവിനെ പോലൊരു താരത്തെ മാറ്റി ഒരു ഗുണവുമില്ലാത്ത അക്സർ പട്ടേലിനൊക്കെ സ്ഥിരം കളിക്കാരനാക്കുന്നു. എന്തൊരു കടുത്ത അനീതിയാണിത് സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്ന ഹാഷ്ടാഗ് ലോകമെമ്പാടും കനത്ത തരംഗമായി മാറുകയാണ്. ചേതേശ്വർ പൂജാരയും സബാ കരീമും കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ വൈഭവ് സൂര്യവംശിയെ പോലെയുള്ള യുവതാരങ്ങളെ തിരുകിക്കയറ്റാൻ സഞ്ജുവിനെ ഇവിടെ ക്രൂരമായി ഇരയാക്കിയിരിക്കുകയാണ്. ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ സഞ്ജുവിനോട് കാണിച്ച ഈ ചതിക്ക് പിന്നിലെ അണിയറ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന കനത്ത ആഞ്ഞടിക്കലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ ഇരട്ടത്താപ്പിന്റെ ആഴത്തിലേക്ക് വരാം. ക്രിക്കറ്റിൽ ഫോമില്ലായ്മ എന്ന് പറയുന്നത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും വിരാട് കോഹ്ലിക്കും വരെ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ കഠിനമായ ഓവർകാസ്റ്റ് കണ്ടീഷനിൽ ടോപ്പ് ഓർഡർ ഒന്നാകെ തകർന്നടിഞ്ഞപ്പോൾ സഞ്ജുവിനും 2 മത്സരങ്ങളിൽ വലിയ സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു ലോകകപ്പ് ഹീറോയെ ടീമിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറയുന്നത് അടിയന്തര ചതി തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ നിലവിൽ കളിക്കുന്ന മറ്റു പല വടക്കൻ താരങ്ങളുടെയും സ്റ്റാറ്റസ് എടുത്തു നോക്കൂ. തുടർച്ചയായി 5ഉം 10ഉം മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടും അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടുകയാണ് മാനേജ്മെന്റ്. അവർക്ക് ഫോം വീണ്ടെടുക്കാൻ മാസങ്ങളോളം സമയം നൽകുന്ന ഗൗതം ഗംഭീറും സെലക്ടർമാരും സഞ്ജുവിന്റെ കാര്യം വരുമ്പോൾ മാത്രം 2 മത്സരങ്ങൾ കൊണ്ട് വിധി എഴുതുന്നു. എന്തുകൊണ്ടാണ് ഇവർക്ക് സഞ്ജുവിനെ മാറ്റാൻ ഇത്ര എളുപ്പം കഴിയുന്നത്? കാരണം സഞ്ജുവിന് പിന്നിൽ വൻകിട PR ഏജൻസികളോ BCCIയിൽ സ്വാധീനമുള്ള വടക്കൻ വമ്പന്മാരോ ഇല്ല. അവൻ പച്ചയായ തന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഇന്ത്യൻ ടീമിൽ കയറിപ്പറ്റിയ ആളാണ്. അതുകൊണ്ട് തന്നെ ടീമിൽ ആര് പരാജയപ്പെട്ടാലും അതിന്റെ പഴി മുഴുവൻ സഞ്ജുവിന്റെ തലയിൽ കെട്ടിവെച്ച് അവനെ ടീമിന് പുറത്താക്കുക എന്നത് സെലക്ടർമാരുടെ ഒരു സ്ഥിരം വിനോദമായി മാറിയിരിക്കുകയാണ്. ഒരു 2020 ടീമിന് ഏറ്റവും അത്യാവശ്യം എന്താണ്? ഏത് ബാറ്റിംഗ് പൊസിഷനിലും ടീമിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഗിയർ മാറ്റാൻ കഴിയുന്ന യൂട്ടിലിറ്റി പ്ലേയേഴ്സിനെയാണ്. സഞ്ജു സാംസൺ എന്ന ബാറ്റർ ആ കാര്യത്തിൽ ഒരു വിസ്മയമാണ്. ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങി സെഞ്ചുറി അടിക്കാൻ സഞ്ജുവിന് കഴിയും. വൺ ഡൗൺ ആയി വന്ന് കളി നിയന്ത്രിക്കാൻ കഴിയും. ഇനി കളി ഫിനിഷ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ലോവർ മിഡിൽ ഓർഡറിൽ ഇറങ്ങി ആദ്യ പന്ത് മുതൽ സിക്സർ പറത്താനും സഞ്ജുവിന് സാധിക്കും. ഈ വർഷത്തെ 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ സഞ്ജു കളിച്ച ആ 3 നിർണായക ഇന്നിംഗ്സുകൾ ഓർത്തുനോക്കൂ. ടീം തകർച്ച നേരിട്ടപ്പോൾ വന്ന് അംഗം വെട്ടി ജയിപ്പിച്ചവനാണ് സഞ്ജു. വിക്കറ്റ് കീപ്പിംഗിലെ മിന്നൽ വേഗതയും ടീമിന് നൽകുന്ന അധിക ബാലൻസും ചെറുതല്ല. ഇത്രയധികം ഫ്ലെക്സിബിലിറ്റിയുള്ള എവിടെയിട്ടാലും തിളങ്ങുന്ന ഒരു ലോകോത്തര താരത്തെയാണ് കേവലം 2 കളിയുടെ പേരിൽ ഇപ്പോൾ ബെഞ്ചിലിരുത്തിയിരിക്കുന്നത്. സഞ്ജുവിനെ മാറ്റിയതിലൂടെ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിന്റെ ആഴം തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിക്കറ്റ് വീഴുമ്പോൾ കളി നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു അനുഭവ സമ്പന്നനായ സീനിയർ താരത്തെ പുറത്തിരുത്തി പരീക്ഷണങ്ങൾ നടത്തുന്നത് വരാൻ പോകുന്ന വലിയ പരമ്പരകളിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ഈ ടീം സെലക്ഷനിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിലേക്ക് വരാം.
അക്സർ പട്ടേൽ. 2020 ക്രിക്കറ്റിൽ കഴിഞ്ഞ ഒട്ടനവധി മത്സരങ്ങളിലായി ടീമിന് യാതൊരുവിധ സംഭാവനയും നൽകാത്ത ഒരു കളിക്കാരനാണ് അക്സർ പട്ടേൽ. ബാറ്റിംഗിൽ റൺസ് കണ്ടെത്താൻ കഴിയുന്നില്ല. ബൗളിംഗിലാകട്ടെ എതിരാളികൾ വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്ത ഒരു പ്രകടനമാണ് അക്സർ കാഴ്ചവെക്കുന്നത്. എന്നിട്ടും അക്സർ പട്ടേൽ ടീമിൽ സ്ഥിരമായി കളിക്കുന്നു. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? സഞ്ജുവിനെ 2 കളിയുടെ പേരിൽ പുറത്താക്കാൻ കാണിച്ച ആ ജാഗ്രത എന്തുകൊണ്ടാണ് അക്സറിന്റെ കാര്യത്തിൽ സെലക്ടർമാർക്ക് ഉണ്ടാകാത്തത്? ഇവിടെയാണ് വടക്കൻ ലോബിയുടെ ആ കളി വ്യക്തമാകുന്നത്. ഗുജറാത്ത് മുംബൈ ലോബിയുടെ ശക്തമായ പിന്തുണയുള്ളത് കൊണ്ട് മാത്രം അക്സർ പട്ടേൽ എത്ര പരാജയപ്പെട്ടാലും ടീമിൽ സ്ഥാനം സുരക്ഷിതമായിരിക്കും. ഒരു വശത്ത് ലോകകപ്പ് ജയിപ്പിച്ച സഞ്ജുവിനെ പുറത്താക്കുന്നു, മറുവശത്ത് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്ത അക്സറിനെ പോലുള്ളവർക്ക് സ്ഥിരം സീറ്റ് നൽകുന്നു. ഈ കടുത്ത വിവേചനമാണ് ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളപ്പിക്കുന്നത്. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് താരങ്ങളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്ലേയിങ് 11 നിശ്ചയിക്കുന്നതെന്ന് ഈ ഒരു സംഭവം വീണ്ടും തെളിയിക്കുകയാണ്. സെലക്ടർമാരും വടക്കൻ ലോബികളും ഒന്ന് മനസ്സിലാക്കണം. സഞ്ജു സാംസൺ എന്ന കളിക്കാരൻ ഇന്ന് ഒറ്റയ്ക്കല്ല. അവന് പിന്നിൽ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ വലിയൊരു പ്രാർത്ഥനയും ശക്തിയുമുണ്ട്. കഴിഞ്ഞ ഇംഗ്ലണ്ട് മത്സരത്തിലെ പരാജയത്തിനു ശേഷം മലയാളി ആരാധകനോട് നെക്സ്റ്റ് ടൈം എടുക്കാമെന്ന് പറഞ്ഞ് സങ്കടത്തോടെ മടങ്ങിയ സഞ്ജുവിനെ വീണ്ടും ചതിക്കാൻ നോക്കിയാൽ ആരാധകർ അത് നോക്കി നിൽക്കില്ല. സബാ കരീമും ചേതേശ്വർ പൂജാരയും പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ ലോകകപ്പ് ഹീറോയിസം അത്ര പെട്ടെന്ന് ആർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. ഈ അനീതിക്കെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇളകി മറിഞ്ഞു കഴിഞ്ഞു. സഞ്ജുവിനെ ബലിമൃഗമാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിന് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് വരും മത്സരങ്ങളിലെ തിരിച്ചടികൾ മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തും. സഞ്ജു ഈ അവഗണനകളെല്ലാം മുൻപും അതിജീവിച്ചിട്ടുള്ള ആളാണ്. ഈ വീഴ്ചയിൽ നിന്നും അവൻ കൂടുതൽ ശക്തനായി തന്റെ ബാറ്റ് കൊണ്ട് തന്നെ മറുപടി നൽകും. ടീമിലെ മറ്റു കളിക്കാരുടെ മോശം ഫോം പുറത്തു വരുമ്പോൾ സഞ്ജുവിനെ പോലൊരു മാച്ച് വിന്നറുടെ വില എന്താണെന്ന് ഗൗതം ഗംഭീറിനും സംഘത്തിനും ബോധ്യപ്പെടും. ആ ഒരു തകർപ്പൻ തിരിച്ചുവരവിനായി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലോകകപ്പ് ഒറ്റയ്ക്ക് നേടിത്തന്നിട്ടും കേവലം 2 കളിയുടെ പേരിൽ സഞ്ജുവിനെ പുറത്താക്കിയ മാനേജ്മെന്റിന്റെ ഈ കടുത്ത അനീതിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഒരു ഗുണവുമില്ലാത്ത അക്സർ പട്ടേൽ ടീമിൽ സ്ഥിരമായി കളിക്കുമ്പോൾ സഞ്ജുവിനെ മാത്രം ബലിമൃഗമാക്കുന്ന വടക്കൻ ലോബിയുടെ ഈ കളി അവസാനിപ്പിക്കേണ്ടതല്ലേ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഞ്ജുവിനോട് കാണിച്ച ഈ വലിയ ചതിയുടെ വാർത്ത എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.